ഹായ്, എല്ലാവർക്കും ദേവൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ 2 മിനിറ്റ്സ് സ്നാക്സാണ്. അത് കോൺഫ്ലേക്സ് കൊണ്ടിട്ടുള്ള ഒരു ചാട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 4 മണിക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ, നമുക്കും കഴിക്കാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി സ്നാക്സാണ്. എണ്ണയുടെ ഒന്നും അല്ലാത്ത ഒരു എണ്ണയോ ഇതോ അങ്ങനത്തെ യാതൊന്നും ഇതിനകത്ത് ഉൾപ്പെടാത്ത ഒരു സ്നാക്കാണ്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം മെയിനായിട്ട് നമുക്ക് കോൺഫ്ലേക്സ് തന്നെയാണ് വേണ്ടത്. ഇതൊരു 2 കപ്പ് കോൺഫ്ലേക്സ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, എത്ര പേരുണ്ടോ അതിനനുസരിച്ച്, നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഇത് ഞാൻ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ഇതൊരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു പകുതി കുക്കുംബറാണ് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ ഇതൊരു ചെറിയ തക്കാളി, അതും ചെറുതായിട്ട്. പിന്നെ ഒരു പകുതി സവാള, പകുതിയില്ല അതിൻ്റെ കാൽഭാഗം ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, വളരെ ചെറുതായിട്ട്. ഇത് ഇച്ചിരി പോംഗ്രനേറ്റ് ആണ്, മാതളത്തിൻ്റെ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് വേണ്ടാന്നുള്ള ഒരു സ്വീറ്റ്നെസ് ചെറുതായിട്ട് നമുക്ക് കടിക്കുമ്പോൾ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ മല്ലിയിലയാണ്. ഒരു പച്ചമുളക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. പിന്നെ വേണ്ടത് നാരങ്ങയുടെ നീരാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി, അങ്ങനത്തെ കുറച്ച് ചാട്ട് മസാല, അതൊക്കെയാണ് വേണ്ടത്. അതെങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതൊരു വലിയ ബൗളിലേക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളി, പോംഗ്രനേറ്റ്, നാരങ്ങ ഇപ്പോൾ വേണ്ട, അത് അവസാനം നമ്മൾ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ശകലം ഉപ്പ്, കാരണം ഇതെല്ലാം കൂടെ ജോയിൻ്റായിട്ട് വരാൻ വേണ്ടി ബൈൻഡിങ്, ആവശ്യത്തിന്, ഒരുപാടാവണ്ട. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 2 പിഞ്ച് മുളക് പൊടി, പിന്നെ വേണ്ടത് നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചാട്ട് മസാല തന്നെയാണ്. അതൊരു 1/4 ടീസ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ തരുന്നത് ഈ ചാട്ട് മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് കൈ വെച്ച് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കണം. ഇതെല്ലാം കൂടെ അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം. കാരണം കോൺഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് യോജിക്കാൻ വേണ്ടി കൈ വെച്ച് നന്നായിട്ട് കണ്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നാരങ്ങ നീരാണ് വേണ്ടത്. ഒരു സ്പൂണ് നാരങ്ങ നീര് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് പക്ഷേ ഒരു കാര്യം, ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മളിത് കഴിക്കണം. കാരണം കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ഈ കോൺഫ്ലേക്സിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പോകും. അപ്പം നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ വേണ്ടത് അത് അപ്പം തന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ നമുക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്രിസ്പി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആവും. ഹെൽത്തിയാണ്, കുട്ടികൾക്കും കൊടുക്കാം, നമ്മൾക്കും അതെ. ആരോഗ്യത്തിന് ഇത് എല്ലാം വെജിറ്റബിൾസും കോൺഫ്ലേക്സും ഒക്കെ ആയതുകൊണ്ട് വയറ് നന്നായിട്ട് നിറയും ചെയ്യും. വേറെ ഒരു ആരോഗ്യത്തിന് വേറെ ഒരു ഇതും ഉണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടായി. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കോൺഫ്ലേക്സ് ചാട്ട് റെഡി ആയിട്ടുണ്ട്. 4 മണി സ്നാക്സ്, ഹെൽത്തി സ്നാക്സ്, വളരെ പെട്ടെന്ന് ഈസി പിസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാം.
എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.